ഇപ്പോഴും എന്നെ ഒന്ന് വന്ന് ഇഷ്ടമാണെന്ന് ഈ പരിപാടി കണ്ടിട്ടെങ്കിലും ഒന്ന് വന്ന് ഇഷ്ടമാണെന്ന് പറയണമെന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്കിപ്പോ വേറെ കുട്ടീനെ നോക്കാൻ വയ്യാണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ വയ്യാണ്ടോ എന്നെ കൊണ്ടൊക്കില്ല. എന്നെ കൊണ്ടൊക്കില്ല. ഇത് കണ്ടിട്ടെങ്കിലും എന്നെ വന്ന് ഇഷ്ടമാണെന്ന് പറയണേ. ദേവേദാ ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ സെൻസസ് അനുസരിച്ച് ഒരാണിന് 7 പെണ്ണ് വെച്ചിട്ടുണ്ട്. അത് നടക്കില്ല. 7 വില നോക്കണ്ട, പക്ഷെ നമ്മുടെ വിലകളായിരുന്നു. പക്ഷെ ഇത്രയും നിങ്ങൾ നിരാശനായിട്ട് വിലകളായിരുന്നു. കാരണം നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകില്ലെന്ന് പറയണ്ടേ? പോകില്ലെന്ന് പറയണമെന്ന് ഇവിടെ പലരും എന്നോട് പറയുന്നുണ്ട്. പക്ഷെ പോകില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല. അതിനാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ സുരേഷ് ഗോപിക്ക് ആത്മാർത്ഥ പോകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരില്ല. പോകില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവും. ചേട്ടൻ എന്റെ ഏജിനെ കുറിച്ച് ചോദിച്ചല്ലോ. ഇവിടെ എത്ര വയസ്സൊരു കാര്യമില്ല. ചേട്ടൻ സ്വന്തമായിട്ട് 10th പഠിക്കുമ്പോൾ പ്രേമിച്ചിട്ടുള്ള. അപ്പൊ ചേട്ടൻ ഇവിടെ വോയിസ് ഇല്ല. അങ്ങനെ പറയരുത് ചേട്ടൻ. എനിക്ക് എത്ര വയസ്സോട് ചേട്ടൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പല എന്റെ ഫ്രണ്ട്സിന്റെ പല ലവ് ഫേസും പോളിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ചേട്ടനും അങ്ങനെ പറയാനല്ല. ബോയ്സിനും തെറ്റാണ്, ഗേൾസിനും തെറ്റാണ്. എല്ലാം പെണ്ണിന് കുറ്റം, പെണ്ണിന് കുറ്റം. അതൊന്നും ഇവിടുത്തെ വ്യൂ പോയിന്റ്. പെണ്ണിന് കുറ്റം, ബോയ്സിനും തെറ്റുള്ളൂ. അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ. അതുപോലെ എനിക്കുണ്ടായുള്ള അനുഭവം, ഒരു കുട്ടിയെ കുറച്ചു കാലം പ്രണയിച്ചു. അപ്പൊ ഞങ്ങള് ജസ്റ്റ് അല്ല ഒരു കുറച്ചു കാലം പ്രണയിച്ച ശേഷം അവള് പറഞ്ഞു, മുമ്പ് പറഞ്ഞ പോലെ ചൊവ്വാദോഷമുണ്ട്. അപ്പം അവള് പറയാണ്, പിന്നെ ചൊവ്വാദോഷം അച്ഛനും അമ്മയും വിടില്ല, കല്യാണം കഴിക്കാൻ വിടില്ലാന്ന്. മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ അവൾക്കെന്താ പ്രശ്നം? ഇത് അവളോട് പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയ്ക്ക് പറയുന്നില്ലേ? അതിനെന്തുകൊണ്ട് ധൈര്യം കാരണമല്ല? ഞാൻ കേട്ട അച്ഛനെ അമ്മേനല്ല. ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ടെൻഷൻ കൊണ്ടായിരിക്കും. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാം, എന്നിട്ട് അവരെ വീട്ടിൽ അപ്രോച്ച് ചെയ്യാൻ ധൈര്യമില്ലാത്തവർ പ്രേമിക്കാൻ പോകുന്നത് കേട്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ആ കുട്ടിയുടെ അടുത്ത് ഞാൻ മരിക്കാമെന്ന് ആ കുറിച്ച് മരിക്കണമെന്ന് പറയും? യദുകൃഷ്ണന്റെ വിഷമം യദുകൃഷ്ണൻ ഒരു പാട്ടിന്റെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് യദുകൃഷ്ണന്റെ മനസ്സ് വിങ്ങിപ്പെടുന്ന ഒരു പാട്ടാണ്. ഇപ്പൊ യദുകൃഷ്ണൻ പാടും. ഇത് ശരിക്കും വിരഹഗാനമൊന്നല്ല, ഈ പെണ്ണുങ്ങൾക്കെതിരെ എഴുതിയൊരു പാട്ടാണ്. കണ്ടു കണ്ടങ്ങിരിക്കുന്ന ഞങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്ന സുന്ദരി, കണ്ടു കണ്ടാൽ പഠിക്കാത്ത മണ്ടന്മാർ രണ്ടു കൊണ്ടാൽ പഠിക്കുന്ന നാൾ വരും. നിന്ന നിൽപ്പിൽ കരഞ്ഞില്ലേ പണ്ടു നീ, നിന്റെ നമ്പർ കലക്കിലെ ഹമ്പകി. 4 കാശുള്ള കാലത്തു മോഹിനി, ബൈക്കിൽ ചെത്തുന്ന കാലത്തു മേനക, ആരും കാണാത്ത നേരം മദാലസ, കയ്യിൽ കാശില്ല കാലത്തു പൂതന. പണ്ട് ഗുഡ് ബൈ പറയാതെ പോകില്ല അവൾ, ഗുഡ് നൈറ്റ് പറയാതുറങ്ങില്ല. എന്റെ ഫോണിലെ ബാലൻസ് തീർന്നപ്പോൾ എന്നെ മിസ് കോൾ അടിക്കുവാൻ ടൈമില്ല. നിന്റെ നോട്ടം കണ്ടാലറിയാം മിസ്റ്റേക്കാ, നിന്റെ ചാട്ടം കണ്ടാലറിയാം മിസ്റ്റേക്കാ, നിന്റെ ചുണ്ടിന്മേൽ തേക്കുന്ന ലിപ്സ്റ്റിക്കാ, അതിന് കിസ്സൊന്നു കിട്ടിയാൽ സെപ്റ്റിക്കാ. അപ്പൊ കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അദ്ദേഹത്തിന്റെ ഹൃദയം മുറിഞ്ഞെഴുതിയ വരികളാണ്, ഉള്ളൂരിന്നൊന്നുമല്ല അല്ലേ? എപ്പോഴാണ് എഴുതിയത്? ഈ രചന എപ്പോഴാണ് നടന്നത്? അല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം സോപ്ഷൻ എഴുതി തുടങ്ങിയാണ്. പിന്നെ ഇതുപോലെ ഓരോ പ്രശ്നം എഴുതാറുണ്ട്. അല്ല, സാഹചര്യങ്ങൾ സമ്മർദ്ദം ഉണ്ടാകുമ്പോ യദുവിനെ പോലുള്ള കലാകാരന്മാരെ എഴുതിപ്പോ അതൊരു കുറ്റമല്ല. അത് അവരാണ് നോക്കേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യം എടുക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്കൊന്നും എഴുതാൻ തോന്നിയില്ലേ? നിങ്ങൾക്ക് ചെരുപ്പൂടി അടിക്കാനായിരിക്കും തോന്നിയല്ലേ? സൊസൈറ്റി ഓഫ് ബ്രോക്കൺ ഹാർട്ട്സ് സോപ്സ് പ്രണയത്തിനെതിരല്ല. ഗേൾസിനോടും ബോയ്സിനോടും എല്ലാവരോടും പറയുന്നത് പ്രണയത്തിനെതിരല്ല. ആത്മാർത്ഥ പ്രണയത്തെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. ഗേൾസ് ഞങ്ങൾ ശത്രുക്കളൊന്നുമല്ല ഈ കാര്യത്തില്. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. പിന്നെ നിങ്ങൾ ഒരു പക്ഷെ ഇനിയും വഞ്ചിക്കുമായിരിക്കും, ഇനിയും നിങ്ങൾ ഒരുപാട് വഞ്ചിക്കും. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇനിയും പ്രണയിക്കും, പ്രണയിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രണയിക്കും. അതുകൊണ്ട് എന്റെ ഫോൺ നമ്പർ ഒന്ന് കുറിച്ചോ, 9895. അപ്പൊ SMS വിടണ്ട, ഇതും കൂടി പറഞ്ഞേക്ക്. ഫോർമാറ്റ് അല്ല, അത് മിസ് കോളുകൾ മതി. ബാക്കി ഞങ്ങളങ്ങ് ഡെവലപ്പ് ചെയ്ത് ഒരു വിധത്തിൽ എത്തിച്ചോളാം. SMS വിടണ്ട, വേണ്ട, ഒരു മിസ് കോള് ഇടക്കിടക്ക് മിസ് കോളിന്റെ നല്ലത്. അപ്പൊ 9895 ബാക്കി പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ആധാരം കയ്യിലല്ലേ? അല്ല, അതൊക്കെ പണ്ടേ പോയടേ.
അവശകാമൻ നേരത്തെ ചോദിച്ചു വീട്ടുകാരുടെ അച്ഛനും അമ്മയും പറഞ്ഞ അനുസരിക്കാൻ ആരാ തയ്യാറുള്ളെന്ന് പറഞ്ഞപ്പോ ആ ഒരു അവശകാമുകൻ മാത്രം കൈപൊക്കി. ഇത് പ്രേമം ഒരു പരിശുദ്ധമായ വികാരാന്ന് പറഞ്ഞ ആള് എന്തിനാ വികാരത്തെ ചീത്തയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അതായത് ഞാൻ ഏതോളെ പ്രേമിച്ചാലും എന്റെ അച്ഛനും അമ്മയും പറയുന്നോളെ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആള് എന്തുകൊണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നു? അല്ല, അപ്പൊ പറഞ്ഞു വരുന്നത് അച്ഛനമ്മേനെ തല്ലിക്കൊല്ലണോന്നാണ്. അങ്ങനെയല്ല പറഞ്ഞേ. അത് അങ്ങനെയുള്ളവര് അതിന് മുതിർന്നാ മതി. ഇതിനു വേണ്ടി പെണ്ണുങ്ങളെ വഞ്ചിക്കാം. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ മാത്രം വഞ്ചിക്കുന്നതെന്ന് പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ? അതായത് അവർക്ക് കുറച്ച് നാള് സല്ലപിച്ചിറങ്ങാൻ ക്യാമ്പസിൽ വരുമ്പോ അതിനുവേണ്ടി അവര് ഇടപെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവര് അവശകാമന്മാര് ഞങ്ങൾ ചതിച്ചവര് ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത്രയും തുറന്ന് ഇത്രയും പേടം ഉപയോഗിച്ച് പറഞ്ഞാണ് എന്റെ അച്ഛനും അമ്മയും പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കുന്നു. ഇനി ഈ ക്യാമ്പസിൽ ഒരു ഒറ്റ പെൺകുട്ടിയും ഈ അവശകാമനെ പ്രേമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്ത് ഒരു കാര്യം പറയട്ടെ, ഞാൻ പ്രണയത്തിനില്ലാതെ ആദ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് സോപ്സ്. പിന്നെ ഞാൻ ആദ്യം കണ്ടത് എന്റെ അച്ഛനും അമ്മേനെയാണ്. അല്ലാതെ വഴി കൂടെ ഇളിച്ചു കാട്ടി പോയ പെൺകുട്ടിക്ക് വേണ്ടി എന്റെ ജീവിതം ഞാൻ ഒരിക്കലും പണയം വെക്കില്ല.